ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ബീറ്റ കണ്ടീഷൻ ടാങ്ക് റെഡിയാക്കാനാണ്. അപ്പോൾ നമ്മുടെ ഫീമെയിൽ ബീറ്റിനെ അതിനകത്ത് ഇട്ട് കണ്ടീഷൻ ചെയ്തിട്ട് ബ്രീഡ് ചെയ്യാനുള്ളതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ബീറ്റിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി റെഡിയാക്കിയിട്ടുള്ള തെർമോക്കോ ബോക്സ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതുപോലെ നേരത്തെ നമ്മൾ ചെയ്തതാണ്. ഗപ്പീസിൻ്റെ ഫ്രൈസിന് ഇട്ട് വെച്ചേക്കുന്ന ബോക്സാണ് സൈഡിലിരിക്കുന്നത്. ഇത് നമ്മുടെ ഇപ്പോൾ ബീറ്റിനെ കീപ്പ് ചെയ്യുന്ന ടാങ്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇതിനകത്ത് നിറച്ച് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് ഓസിലിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്, പെട്ടെന്ന് അറിയുമല്ലോ. അപ്പോൾ വെള്ളം നിറഞ്ഞ സമയത്ത് നമുക്ക് ഇതിൻ്റെ മെയിലിനൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മെയിൽ ബീറ്റ. അത്യാവശ്യം ആൾ നല്ല സുന്ദരനാണ് കാണാൻ. നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഭംഗിയുള്ളത് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ടാങ്ക് ഏകദേശം നമുക്ക് ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ടില്ല, ഒരു 3/4 ഭാഗം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾക്ക് കുറച്ച് ഞാൻ നേരത്തെ വാഴയില ഇട്ട് വെച്ച കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ചെറിയ വോംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് ഡാർക്കായിട്ടുള്ള വാട്ടർ ബീറ്റാസിന് ഏകദേശം നല്ലതാണ്. ഇതിനകത്ത് കുറച്ച് പായൽ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. കാരണം ഈ പായലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്തിരി പ്രശ്നമാണ്. കാരണം ഒരെണ്ണം ഉണ്ടെങ്കിൽ കുറേ ആയിട്ട് ഭയങ്കര സ്പ്രെഡാകും. എടുത്ത് മാറ്റാനൊക്കെ നമുക്ക് ഭയങ്കര പാടാണ്. പിന്നെ നമുക്ക് കുറച്ച് ഉണങ്ങിയ വാഴയില കഴുകി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി മൈക്രോ വോംസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഫോം ആയിക്കോളും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കബോബ ചെടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫോക്സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ ആ ചെടിയാണ് സാധനം. അധികം ആയിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരെണ്ണം ഒരു മൂഡ് കിട്ടാനായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫംഗസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. അപ്പോൾ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് ഇതിനകത്തേക്ക് അലിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഏകദേശം നമ്മുടെ ആ ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് നമ്മുടെ ബീറ്റാനെ മറ്റേ ടാങ്കിൽ നിന്ന് എടുത്ത് ഇതിനകത്തേക്ക് മാറ്റിയിടാം. ആളെ നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആൾ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് നേരെ നൈസായിട്ട് ആളെ കൊണ്ട് പൊക്കിയിട്ട് അപ്പുറത്തെ ടാങ്കിലേക്ക് ഇടാം. ഞാൻ ഡയറക്റ്റ് നേരെ ഇടുവാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് റെഡി ആയിട്ട് ഇട്ടാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ആളെ നമ്മൾ നേരെ ഇട്ടിട്ടുണ്ട്. ആൾ പുതിയ സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരികയാണ്. ഇപ്പോൾ അതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ആളുടെ ഒരു സ്ഥിതി. ഏകദേശം കുഴപ്പമില്ല, ആളോട് സെറ്റായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കണം. കാരണം നമ്മുടെ റെഡ് ഫീമെയിൽ ബീറ്റ നമ്മുടെ കയ്യിൽ നിന്ന് പോയത് മിക്കവാറും ഏതെങ്കിലും പക്ഷികൾ വന്ന് കൊത്തിയെടുത്താകാനാണ് ചാൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബീറ്റ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.